നമ്മള് പുതിയ വീഡിയോ ഇട്ടണ വന്നിരിക്കണ പുതിയതല്ല ആദ്യത്തെ വീഡിയോ ആണ്. പിന്നെ നമ്മളെ കളിക്കുന്നത് ഗ്രാണി 3. അപ്പൊ കാക്കോ ഞാനൊരു ചലഞ്ച് തരാണ്. 5 days ഉണ്ട്, അതില് കളിച്ച് ജയിക്കണം. ജയിക്കണം. ഏത് എസ്കേപ്പിംഗ് ചെയ്യാം. ട്രെയിനിങ്ങിൽ ആണെങ്കിൽ ട്രെയിൻ പറ്റില്ല, എനിക്ക് പോണം. ഞാൻ പറയാം, ഗ്രാണി വേണോ വേണോ? രണ്ടും വേണ്ട. എന്നാ ഗ്രാണി ഗ്രാണി ആ മോളിനെ എനിക്ക് കാണണ്ടെന്ന്. ഞാൻ ഗ്രാൻഡ് ഭാഗത്തേക്ക് എന്താ ഗ്രാൻഡ് പാടത്തുണ്ട് AK-47 ഷോട്ട് ഗൺ ആണ്. അറിയാതെ എന്തോന്നും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ട വീഡിയോ ഇട്ടിട്ടില്ല. സോ അതിന് എന്നെ ടോർച്ചർ എന്ത് ചെയ്യണ? ഓക്കെ എനിക്ക് നിന്റെ ചാനലിന് കൂടെയാണ്. പക്ഷെ നീ പ്ലീസ്, ഞാൻ നിന്നെ ചൊല്ലിട്ട് പ്ലീസ് ടോർച്ചർ ചെയ്യണ്ട. കളി തോറ്റപ്പോ എനിക്ക് എന്ത് ചെയ്യണം? തോറ്റ ഗ്രാണിയില് നല്ല ചൂട് അടി കിട്ടും. ചൂടടി എനിക്ക് വളരെ ഇഷ്ടമല്ല. എന്റെ ടീച്ചർ അടിക്കാനും ഞാൻ കൈ നീട്ടി പേടിച്ചു പോവും. ഇതാ അടി വാങ്ങിച്ച ഉടനെ എന്റെ തലയുടെ അകത്ത് ഞാൻ തീരെ വിളിക്കണേണ്. ശബ്ദത്തിന് സൂക്ഷിച്ചു വെക്കണം. ആദ്യം പ്ലീസ് എടാ, നീ ഏതോ ഫോൺ ഉണ്ടോന്ന് വെച്ചാൽ മ്യൂസിക് ഇട്. അപ്പൊ ഇത് സുഖം കിട്ടും. പെട്ടെന്ന് ഏതാ ഫോൺ ഉണ്ടോ മ്യൂസിക് ഇട് പ്ലീസ്. ആദ്യം പെട്ടെന്ന് എനിക്ക് അപ്പൊ ഇവിടെ നോക്കാൻ പോലും പറ്റും. ക്യൂട്ട് വേട് ബ്രെയിൻ ട്രസ്റ്റഡ്. നീ എന്റെ ഇല്ലുമിനാട്ടി ചെയ്യിപ്പിക്കണോ എന്റെന്ന്? ഓക്കേവാ, ഇല്ലുമിനാട്ടി തന്നെ ചെയ്യാൻ ഞാൻ. എന്നാലും ഞാൻ ഇവിടെ നിന്നാണ് ഗ്രാൻഡ്പാന്ന് കഴിയുന്ന ഇല്ലുമിനാട്ടി എന്നെ വാങ്ങിക്കാൻ പോയെന്ന്. അത് പെട്ടെന്ന് വരുവാടാ. ഞാൻ ജയിലിനകത്ത് കിടക്കണം. എനിക്കാണ് സ്വസ്ഥത വേണം ഇവിടെ. ഞാൻ എന്തു വന്നിട്ട് ആനിമേഷൻ അത് എന്നാലും പിന്നെ അടി ആരാ? പേടിയാണ്. ഗ്രാൻഡ്പാന്നെനിക്ക് ഇഷ്ടമൊന്നും അല്ല. പെട്ടെന്ന് പാട്ടിടണേ. മോനെ പെട്ടെന്നില്ലടാ. എന്റെ മനുഷ്യനെ, ഞാൻ ഇവിടെ തന്നെ മരിക്കാൻ പോണേ. ഞാൻ ഇല്ലുമിനാട്ടി ചെയ്യാൻ പോണടേ. എന്റെ ഞാൻ ഇറങ്ങണം, എനിക്ക് പേടിയില്ല. എന്റെ പൊന്നെ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഉടനെ ഇതാ എന്റെ കണ്ണിനായിപ്പോയെന്ന്. ഞാൻ ഇറങ്ങണില്ലേ? എനിക്കൊരു വെളി ഇറങ്ങുന്നതായിരിക്കും. അത് എനിക്ക് എന്താ സ്കിപ്പ് ചെയ്ത് ഒന്നായിരിക്കും. എനിക്ക് സ്പെല്ലിംഗ് അറിഞ്ഞൂടെ നിന്റെ? ഇല്ലുമിനാട്ടി. ഞാൻ ഇറങ്ങിയത് പോലുമില്ല. ഇല്ലുമിനാട്ടി. ഞാൻ ഇട്ട്. ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഇൻസ്പയർ ആണോ? ഗ്രാൻഡ്പാന്റെ കേട്ടിട്ട് തിരികെ ഇവിടെ പെർഫെക്റ്റിന്റെ ആഡ് നടക്കുകയാണ്. ഓണാൻ പോണേ. എടാ എന്റെ മാറ്റം തുടങ്ങാറായി.
വെളി ഇറങ്ങണം. എന്റെ വലിയ അകത്തേണ് അപ്പൂപ്പ അകത്തേണ്. കാണുന്നില്ല അപ്പൂപ്പനെ. അത് വരെയല്ല കാക്കാടെ കാപ്പാണ്. ഓക്കേ. ഇത് തുമ്പിക്കുമ്പോ ഞാൻ വന്നേ. കിളവന്റെ അകത്തുള്ള വെച്ചിട്ടുണ്ടാ? കിളവന്റെ മോൻ എല്ലായിടത്തും ഉടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെപ്പൺ കീ കിട്ടി. ഞാൻ നോക്കുന്നു. നാട്ടിൽ പേപ്പർ ഞാൻ വെപ്പൺ കീ കണ്ടുപിടിച്ചു. നിങ്ങൾ ഗ്രാൻഡ് നോക്കൗട്ട് ചെയ്ത് ഗെയിം കംപ്ലീറ്റ് ചെയ്യും. ടൂറിലിറങ്ങിട്ട് ടൂറിലിറങ്ങി. അവന്റെ റൂമിൽ പോവാം, അവിടെ വെപ്പൺ എടുക്കാം, പിന്നെ ഹെഡ് ഷോട്ട് അടിച്ചിട്ട് പോവാം. ഒരു റൂം ഷോട്ട് കല്ലില്ല. ടെൻഷൻ ഇങ്ങനെ എടുത്തോണ്ട് വരാം. ഇല്ലാത്ത സൊല്യൂഷൻ നമുക്ക് അതിനകത്തുണ്ട്. ഞാൻ ഗ്രാൻഡ്പാ ദി ഓൾഡ് മാനെ കണ്ടുപിടിക്കാം. അല്ലേ വാ, ഗ്രാൻഡ്പാ ദി ഓൾഡ് മാനെ കണ്ടുപിടിക്കാം. ഞാൻ സെൽഫി സാർ അപ്പൂപ്പൻ തീർന്നേ. എല്ലാം പണി കഴിഞ്ഞേ. അപ്പൂപ്പൻ കഴിഞ്ഞിട്ട് ഇതുണ്ട് മീനിങ്. ഞാൻ ഷോർട്ട് ഗെയിം വെച്ചിരിക്കാം. ഇതാണ് ഈ അപ്പൂപ്പനേക്ക് ഒരു ബിലീവൻസ് ഇല്ല. ഇയാളുടെ എങ്ങനെ ബിലീവർ ആയിട്ടാണ് പറയണത്? അത് കഞ്ഞത്തൊന്നും നോക്കണ. ഗ്രാൻഡ്പാ ഇസ് ഡെഡ്. നോക്ക് എന്റെ കയ്യിൽ അതിന്റെ വെലുമെന്റ് ഉണ്ട്. ഇതുണ്ട്. വാവ്, ഗ്രാൻഡ്പാനെ ഡിഫീറ്റ് ചെയ്തു. ആപ്പിളിന്റെ പാട്ട് കേട്ടില്ല ഇൻസ്പയർ ആവ്. ഈ സ്ക്രോഡ് ഗൺ യൂസ് ചെയ്യാം. ഗൺ വീണ്ടാന്നറിയ ഷട്ടി കിട്ടില്ല നമുക്ക്. അതെ ഷെഡ് കീ കിട്ടിയ ആ ഷെഡിനകത്ത് എറിഞ്ഞിട്ട് പോവാം. ഷെഡ് ഇനി അതിനകത്ത് ഇന്ന ഷെട്ടി അവിടെ പോയിട്ടുണ്ട്. നമുക്ക് ഷോർട്ട് എടുത്താൽ താഴോട്ട് ഓടണം. എന്നിട്ട് നമുക്ക് ഷെട്ടി എടുക്കണം, എന്നിട്ട് ഓടണം. പിന്നെ നമ്മളെ ഫുൾ വിളിച്ചു നിന്ന് ഇന്നത്തെ നമ്മൾ എൻജോയ്. ഇന്നത്തെ മൊത്തം സീന്. എങ്ങനെയെങ്കിലും ഗ്രാൻഡ് എന്റെ ഒരു ബുള്ളറ്റ് ഉണ്ട്, അത് ആ തലയിൽ കൊടുക്കും.
ഷെഡ് ഓപ്പൺ ചെയ്യാം. ഗ്രാനി എപ്പോഴും ഇങ്ങനെ ചോദിക്കും. ഗ്രാൻഡ് പാനെ കണ്ട അപ്പൊ ആക്സിലറേറ്റർ എനിക്ക് യൂസ്ലെസ്. ഞാൻ ഡോർ എസ്കേപ്പ് ചെയ്യും. സോ നമുക്ക് ജനറേറ്റർ കേബിൾ വീൽ ക്രാങ്ക് എന്റെ അതെല്ലാം. വലിയ യൂസ്ഫുൾ ആയിട്ടാണ്. എനിക്ക് കോക്കനട്ട് കിട്ടിയ നല്ലതായിരിക്കും. ഓക്കെ, ആ സമയത്ത് ഗ്രാൻപ എണീക്കുമായിരിക്കും. സോ ഗ്രാൻപ വന്ന് അപ്പോഴാണ് ഞാൻ ഹെഡ് ഷോട്ട് അടിക്കും. വേണ്ട, അതെ ഗ്രാൻപാനെ വിളിക്കട്ടെ. സാർ എന്റെ ഫാനാണല്ലോ. ശരിക്കും സാർ, സാർ ബിഗ് ഫാൻ. ഞാൻ സാറിനെ ഹെഡ് ഷോട്ട് അടിക്കാൻ പോയി. സാർ ഗ്രൗണ്ട് അടിച്ചു. സാർ ബൗണ്ടറി പറഞ്ഞു. മൈ ഗോഡ്, ആ ഷോട്ട് നീ കണ്ടില്ല എന്നാ? ഞാൻ ഗ്രാൻപ ഡയറക്റ്റ് ബാക്കിൽ ചെന്നേട്ടാ സർപ്രൈസ് കൊടുത്ത തന്നെ ഗ്രാൻപ സൂപ്ലെക്സ് ചെയ്ത് ഡയറക്റ്റ് ഗ്രാൻപ ആയി ജോൺ സീന. ഇത്തവണ ഡയറക്റ്റ് ആണ് വെളി പോയിട്ട് സ്ലിംഗ് ഷോട്ട് കിഴവന്റെ തല അടിച്ചു കൊടുത്തു. സ്റ്റോൺ തീർക്കാം. ഇനിയിപ്പോ ഗ്രാൻപ വന്ന് നമ്മൾ അടിക്കുന്നു. ഓ ഹലോ, സാർ അപ്പൊ എനിക്കപ്പോ സേ ചീസ് എന്ന് പറയും. എനിക്ക് ഒന്നും ചെക്ക് ചെയ്തില്ല. ഇതെനിക്ക് ഇങ്ങോട്ട് യൂസ് ചെയ്യാൻ പറയട്ടാ. ഇതെനിക്ക് അറിഞ്ഞൂടെ ഇങ്ങോട്ട് യൂസ് ചെയ്യണമെന്ന്. കണ്ടുപിടിക്കാം. എന്തൊക്കെയാണ് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ? ഫ്യൂസ് വേണം, ബട്ടൺ ക്ലിക്ക് ചെയ്യണം, സ്റ്റോറി കളയണം. ഐഡിയ നമ്മൾ ഗ്രാനിയുടെ സീക്രട്ട് റൂമിൽ പോവാം. ആ സീക്രട്ട് റൂമിന്റെ അകത്ത് എനിക്ക് അഞ്ഞൂടെ ഇവിടെ ഗ്രാനിയുടെ റൂം ഉണ്ടാകും. ഈ റൂമിന്റെ അകത്ത് നമ്മള് കയറിയിട്ട് ടെഡി എന്ന് വെച്ചപ്പോ നമുക്ക് പഴയ ഇതാണ് എന്തിനോ ആണല്ലോ. ഇവിടെ റോബാർ വേണം. ഇത് പെട്ടെന്നോ ഇല്ല മുമ്പ് ഗ്രാൻപാന് ആരാ ഉറക്കത്തുനിന്നല്ല ഇറങ്ങിയപ്പോ ഗ്രാൻപാന്റെ റൂമാണ്. ഇത് വെളി അവിടെ എവിടേക്ക് ഇവിടെ ഒന്നും ചെക്ക് ചെയ്തില്ല. കോക്കനട്ട് ഫയർവുഡ് കിട്ടി, നല്ല തന്നെ. പക്ഷെ ഫയർവുഡ് ഇന്നെന്ത് യൂസ്? ക്രോനൊക്കെ എപ്പോഴും നോക്കി. എനിക്കറിയില്ല. ഓ അതിനൊന്നും വേണ്ട.
ഒരു ഏരിയ കൂടെ ഉള്ളു, ഡൗൺ ഏരിയ. ഇതാ താഴെ പൊറ്റോണ്ടിരിക്കാൻ വേണ്ടി ഗ്രാൻപ ചാടി വന്ന. ഫ്യൂസ് ഇട്ടോളെ നമുക്കത് ക്രോബ താണ്ട. ഗ്രാൻപ വരും. സോറി ഈ ടൂൺ അറിഞ്ഞൂടെ പാടാൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാ, ഗ്രാൻപാനാണ് വെയിറ്റ് ചെയ്യാൻ. ഗ്രാൻപ വന്നപ്പോൾ ഹെഡ് ഷോട്ട് അടിച്ചത് ഗ്രാൻപ തീർന്നു. ഗ്രാൻപ തീർന്നു നമ്മൾ ഇവിടെ പോകും. ക്രോബാന്ന് കൂടെ ക്രോബാന്ന് ബോക്സ് തുറക്കും. ബോക്സ് വീൽ ക്രാങ്ക് എടുക്കും. ക്രാങ്ക് എടുത്ത് നിന്ന് ഫിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ മുകളിൽ ഫ്യൂസ് ബോക്സ് എടുക്കും. എന്നിട്ട് ഇത് പ്രസ് ചെയ്യും. അപ്പൊ നമ്മൾ ഗേറ്റ് അൺലോക്ക് ചെയ്തു. എന്തായാലേ ഇപ്പൊ നമ്മള് കളിക്കാൻ അത് ഗ്രാൻപ സർ ഗ്രാൻപാന്ന് വിളിക്കാം. ഗ്രാൻപ വലിയ സമയത്ത് ഗ്രാൻപ അപ്പോഴും ഹെഡ്ഷോട്ട് അടിക്കണം. നമ്മളെ കൊല്ലൂലേ? നെറ്റിക്കൽ കൺട്രോൾ നമ്മളെ കൊല്ലൂല. ഇതാണ് നമ്മളെ കൊല്ലാണ് അടുത്ത ആള് തന്നെ. ഗ്രാൻപ വാടേ വരും. ഗ്രാൻപ നല്ലോണം അറിയാം. എനിക്ക് തന്നെ ടൂർ അടിച്ച് വരാനായിരുന്നു. ഓപ്പൺ എടുത്ത് ഓപ്പൺ ചെയ്യാം. ജനറേറ്റർ കേബിൾ ഇത്തവണ ഗെയിം കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ഗെയിം കംപ്ലീറ്റ് ചെയ്താ നിനക്കോട്ടാ, എന്റെ ചാനലിനേട്ടാ, നിനക്കാണ്ട്. ഈ കളി നമ്മൾ ജയിച്ച നിങ്ങൾ എന്തായാലും നമുക്ക് എന്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ്. ഓ, ഞാൻ ഇന്നത്തെ ഗെയിം ജയിച്ചാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അത് ഇന്നത്തെ ഗെയിം ഞാൻ ജയിച്ചില്ലെങ്കിൽ ആദ്യത്തെ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. ഗൈസ് ഞാൻ പറയാണ്, നമ്മളെ കാക്കയുടെ പേര് യൂട്യൂബിൽ പേര് ഫ്രീ ബോൾ ഗെയിമിംഗ് വീഡിയോ. എന്റെ പേര് ആദ്യ വീഡിയോ. നമ്മളെല്ലാം പെട്ടെന്ന് ചെയ്യും. ഞാൻ ഫ്യൂസ് എടുക്കാം. ഫ്യൂസ് എടുത്തിട്ട് അവിടെ ഫിറ്റ് ചെയ്യാം. അപ്പൊ ജയിക്കും. നമ്മളിന്ന് ജയിക്കാൻ പോണ്. നമ്മളിന്ന് സീനാൻ പോണേ. ഇത് പാട്ട് ആവശ്യമല്ല. കിങ്ങാണ് ഞാൻ. ഫ്യൂസ് എടുത്തിട്ട് അവിടെ കയറ്റല്ലേ ആക്കാം. ഇറങ്ങിയത് ഗ്രാൻപ വരുമെന്ന്. എവിടെ ഞാനിപ്പോ ചിന്തിക്കാണ് ഞാൻ എന്തിനു പോയെന്ന്. ഞാൻ വിട്ടായി. നമ്മള് ഗേറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഹാൻഡ് ക്രാങ്ക് വേണം. അപ്പൊ ക്രാങ്ക് വെച്ച് നമ്മള് വീലിന് വറക്കും. ചേട്ടാ മെയിൻ ഏരിയ അൺലോക്ക് ആവും. അൺലോക്ക് ആയിട്ട് നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യും. തീരാറായി. ഗ്രാൻപാടെ ഇപ്പൊ എല്ലാ ടൈമുണ്ട്. ആ ടൈമിന് മുമ്പ് നമുക്ക് മുകളിൽ പോകണമായിരുന്നു. യെസ്, നമ്മൾ ഇന്ന് ഉറപ്പായിട്ടേക്ക് എന്റെ ജീവിതത്തിൽ കുറെ ഗ്രാൻഡ് ഗെയിംസ് കളിച്ചിട്ടുണ്ട്. അതിന് ഇതുവരെ ജയിച്ചിട്ടില്ല. ഇതാണല്ലേ ഞാൻ ഇന്നാണ് ഗ്രാൻഡ് 2 ജയിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ആദ്യത്തെ ഞാൻ ഗ്രാൻഡ് ഗെയിം കംപ്ലീറ്റ് ആണ്.
ഈസി. എടാ മിണ്ടായിരിക്കേ. ഗ്രാൻഡ്പാ ഇങ്ങനെ ഷോർട്ട് ഗൺ കിട്ടി അപ്പൊ സീനാവും. ഇവിടെ സൂക്ഷിക്കാൻ. പയ്യെ. ഓ ഞാനിപ്പോ ചത്തൊന്ന്. ചോക്ലേറ്റ് നല്ലതാണ്. ചോക്ലേറ്റ് ഇട്ടുണ്ടോ കിട്ടുമോ എനിക്കറിയാം. സോറി. ഇനി 2 ഡേയ്സേ ഉള്ളൂ. തേർഡ് ഡേ 3 ആണ്. ഡേ 4 ആ. ഞാൻ ഡേ 2 ഓർമ്മ ഗ്രാൻഡ്പാ സർപ്രൈസ് ഷോട്ട് അടിക്കാൻ ഗ്രാൻഡ്പാ നൈറ്റ്. ഇനി മോന്റെ ഗണ്ണുണ്ട്. എനിക്ക് എങ്ങനെയല്ല തേങ്ങ എടുക്കണായിരിക്കും. തേങ്ങ എടുത്ത് ഇതിനെ തേങ്ങ ചെയ്യാനൊന്നും അല്ല. ഇതൊക്കെ ഗ്രാൻഡ്പാനെ ഔട്ട് ചെയ്യണം ആദ്യം. എനിക്കൊന്നും നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂലെന്ന്. ബിക്കോസ് ഗ്രാൻഡ്പാ എന്നെ ഒപ്റ്റിക്കലായി. നമുക്ക് പെട്ടെന്ന് അതെടുത്ത് ഗ്രാൻഡ്പാനെ ഇത് ഡിസ്ചാർജ് ചെയ്യണായിരിക്കും. ഇല്ലെങ്കിൽ ഗ്രാൻഡ്പാ എന്നെ ഫുള്ള് ബിൽഡിംഗ് താഴെ ഇടും. അധികം എന്താ പോകുന്നില്ല. എന്ത് വേണം? തേങ്ങ എടുത്തോണ്ട് പോയി ഇതാക്കണം. നമുക്കത് ഗ്രാൻഡ്പാ ഇടാനോ? ആ ഗണ്ണ് എങ്ങനെയും ഗ്രാൻഡ്പ വാങ്ങണം. ഗണ്ണ് ഗ്രാൻഡ്പായുടെ മെയിൻ പവറിന്റെ ഐറ്റം ആണ്. തലയ്ക്ക് നോക്കി കൊടുക്കണം. നീ കണ്ടോന്നാ ഷോട്ട്? ഞാൻ ഗ്രാൻഡ്പാനെ നിങ്ങളെല്ലാരും റിവൈൻഡ് ചെയ്ത് നോക്കണം. ഗ്രാൻഡ്പാനെ ഞാൻ അടിച്ച് അപ്പോഴെന്റെ ഗ്രാൻഡ്പായുടെ ഗണ്ണെങ്ങനെ ഇങ്ങനെ സുപ്ലക്സ് പഠിച്ച് എന്റെ ഡയറക്റ്റ് എന്റെ തലയിൽ അടിച്ചു വിട്ടുവന്ന്. ഗ്രാൻഡ്പായുടെ ഗണ്ണൊന്നും ജീവിതം ഉണ്ടാ. ഷോർട്ട് എടാ നോക്കടാ, ചോര ഇല്ലാതെ മൊത്തം ബോഡി പറ്റിയ അതിന്റെ ലാസ്റ്റ് ഡേ ആണ്. എനിക്ക് ഞാൻ സെന്റർ ടു ഡെത്ത് ആയി പോകും. അപ്പൊ എനിക്ക് തിരിച്ച് അതേ ട്രിക്ക് ജയിച്ചിട്ടുണ്ട്. വണ്ടിയില്ല എന്താ ആളുടെ ഫ്രീസി മോഡിലാണ് ഇടുന്നത്. ഞാൻ പറയാൻ ഞാൻ ഈസി മോഡിൽ തന്നെ. ഞാൻ ഗെയിം തെറാപ്പിസ്റ്റ് ഒന്നും അല്ല. പിന്നെന്താ നീ എന്റെ പേര് ഞാൻ ടെക്നോ ഗെയിമർ എന്ന് വെച്ചപ്പോ ടെക്നോ ഗെയിമല്ലായി പോയോ? അപ്പൊ ഇങ്ങനത്തെ ഗ്രാൻഡ്പാനെ വേണ്ടി നോക്കണം. നീ ആളുടെ ഷോർട്ട് ഗൺ ഉണ്ട്. ഒരു സാധാ ഗൺ ഡിഫറെന്റ് ആണ്. ഒരു ബുള്ളറ്റ് മതി. നീ എന്നിട്ട് ശല്യപ്പെടുത്തിയ 10 മിനിറ്റിന്റെ ആളെ എന്റെ പവർ ഉണ്ടോ ഇരിക്കണം. ഞങ്ങൾ ഓടി കിച്ചണിൽ പോവാം. കിച്ചണിൽ ഒരു പൂരിട്ടിട്ട് ഒരു ഗ്രാൻഡ്പാനെ ഹെഡ്ഷോട്ട് കൊടു. തീർന്നു ഫ്രണ്ടിന്റെ അവിടെ കറങ്ങാണ്. ഗ്രാൻഡ്പാ ഇടിക്കലപ്പാ. ഓ ഞാൻ വന്നു കാണ്ട ബുള്ളറ്റ് കിടക്കായിരുന്നല്ലോ. കറക്റ്റ് സമയം ഓർമ്മ വന്നു. പോക്കുന്ന എടുത്ത് പെട്ടെന്ന് ആളുണ്ടോന്നെ പെട്ടെന്ന് പോവാം. ഓടെ എന്റെ സമയത്ത് നമ്മൾ നടന്നു പോകും.
പോയി നല്ലതന്നെ. നമുക്ക് ടിക്കറ്റ് ഓർഡർ ചെയ്യും. ടിക്കറ്റ് നമുക്ക് റോബോട്ടിന് കൊടുക്കാം. റോബോട്ട് നമ്മൾ ഫ്രണ്ട്ലി ആകുമ്പോ നമുക്ക് ആ ട്രെയിനിന്റെ ആക്സസ് ട്രെയിനല്ലേ ഇപ്പൊ ഇതല്ലേ നോക്കണം. ഇത് ഗേറ്റ് എനിക്ക് അവിടെ നിന്ന് തന്നെ കയറ്റി ഐറ്റംസ് കിട്ടും. കറക്റ്റ് പാട്ട് ചോരാണ്ട് ജ്യൂസ് എടുത്തിരിക്കണേ കുറച്ച് പുള്ളി. അത് ഗ്രാമ്പ് അടുത്തതാണ് എന്റെ റോബോട്ട്. എനിക്കെന്ത് പറയണം. ആക്സസ് നമുക്ക് ട്രെയിനിന്റെ അത്യാവശ്യം ട്രെയിനില്ലേ പാവം ഇതുണ്ട്. എനിക്ക് ഏറ്റമില്ല ബോർഡ് എടുക്കാം. ബോർഡ് എനിക്ക് എന്ത് ചെയ്യാറ്റോന്ന്. ബോർഡ് നമുക്ക് സീക്രട്ട് റൂം ഉണ്ടോ? ഓക്കെ പെട്ടെന്ന് ഓണാക്കി. എന്താ ഗ്രാമ്പ് ആ സമയത്ത് എണീക്കുന്ന ആളാണ്. ഇടയാൻ എനിക്ക് പേടിയാണ്. ഈ സ്ഥലം എനിക്കറിയാം. കണ്ണീരില്ല ഞാൻ പോരണ്ട മൂന്നെക്കൊണ്ട് കോപം കൊണ്ട് സംഭാരം. Please grandpa, no, please don't be down there. Escape ചെയ്ത് ഞാൻ പെട്ടെന്ന് ഇറങ്ങണേ. നമ്മൾ ചെയ്തതേ. ഗ്രാമ്പൻ ലാസ്റ്റ് പൈന്ന് വന്നിട്ട് കൊണ്ടു. പാട്ടിയല്ലേ മീന്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഏതൊക്കെ ഈ വീഡിയോ ഇഷ്ടമായിട്ട് അവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം.